സംവിധായകൻ ഒമർ ലുവിനെതിരെയായി യുവ നടിയുടെ പരാതി നെടുമ്പാശ്ശേരി പോലീസിൽ ലഭിച്ചിരിക്കുന്നു. തന്നെ കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെ തന്നെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് യുവനടി പറഞ്ഞത്. എറണാകുളത്ത് സ്ഥിരതാമസമാക്കിയ യുവനടിയുടെ പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവര് പരാതി കൊടുത്ത എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ്. അതിനുശേഷമാണ് അത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ആ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വിശദീകരണം ആണ് ആവശ്യമായി വരുന്നത്. ഒമർ ലുലു കേരളത്തിലെ സിനിമാ ലോകത്ത് അറിയപ്പെടുന്ന ആളാണ്. 2016 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ വെളിയിലേക്ക് വരുന്നത്. ഹാപ്പി വെഡ്ഡിങ് എന്ന സിനിമയിലാണ് അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശനം. അതിനുശേഷം രണ്ടാമത്തെ സിനിമ ചങ്ക്സ് എന്ന് പറഞ്ഞ ഹണി റോസും ബാലു വർഗീസിനെയും കൂടെ ചേർത്ത് പ്രധാന വേഷത്തിൽ അഭിനയിപ്പിച്ച ഒരു സിനിമ അല്പം പണം വാരി എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ ചിത്രം ഒരു ആധാർ ലവ് എന്ന് പറഞ്ഞ് ഒരു ചിത്രം ഇറക്കി. അതും വിദേശത്തും ഇന്ത്യയിലൊക്കെ വളരെ ശ്രദ്ധേയമായ ഒരു സിനിമ തന്നെയാണ്. അതേപ്പറ്റി ധാരാളം കമൻറ്റുകൾ വെളിയിൽ വരികയും ചെയ്തു. അത് അദ്ദേഹത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുത്തിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അഞ്ചാമത്തെ ചിത്രം നല്ല സമയം എന്നൊരു ചിത്രമാണ്. ആ ചിത്രം റിലീസ് ചെയ്ത് 3-ാം ദിവസം പിൻവലിക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം ഈ സിനിമയിലൂടെ MDMA ഉപയോഗം പ്രോത്സാഹിപ്പിച്ചു എന്ന് തോന്നത്തക്ക രീതിയിൽ ചില രംഗങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് കോഴിക്കോട് കാലിക്കട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അതോടെ 3-ാം ദിവസം ആ സിനിമ പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ വിവാദമായ പ്രശ്നം യുവനടി താനുമായിട്ട് വളരെ അടുപ്പമുണ്ടെന്നും അത് തനിക്ക് സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞ് ആണ് ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ച പരിചയമുണ്ട്. എന്തായാലും ഈ ഒമർ ലുലുവിൻ്റെ പ്രതികരണം അവരുമായിട്ട് നല്ല അടുപ്പമുണ്ടെന്നും അവരുമായിട്ട് സൗഹൃദമുണ്ടെന്നും രണ്ടുപേരും ഒന്നിച്ച് വളരെയധികം യാത്രകൾ ചെയ്തിട്ടുണ്ടെന്നും അത് തന്നെയുമല്ല ഈ അടുത്ത കാലത്ത് അവരുമായിട്ടുള്ള സൗഹൃദം മതിയാക്കി അവരുമായിട്ട് പിണങ്ങേണ്ടി വന്നെന്നും അതുകൊണ്ടാണ് തനിക്കെതിരായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രസ്താവന. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം പ്രസ്താവന പറയുന്നത് തന്നെ ചിലർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഈ സ്ത്രീയെ ഉപയോഗിച്ചു എന്ന് വരെ പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്തായാലും അവരുടെ പരാതിയിലെ ആ പീഡന സമയം പറഞ്ഞിരിക്കുന്ന 2024 ജനുവരി മുതൽ ഏപ്രിൽ വരെ അദ്ദേഹത്തിൻ്റെ ഒപ്പം പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചു, വളരെയധികം സൗഹൃദം പങ്കിട്ടു. ആ സമയത്താണ് തന്നെ ചാൻസ് നൽകാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചതെന്നാണ് ഇപ്പോഴത്തെ നടിയുടെ പരാതിയുടെ കണ്ടൻസ്. നെടുമ്പാശ്ശേരി പോലീസ് ഏതായാലും ഒമർ ലുലുവിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗം എന്താണെന്ന് കേൾക്കണം. അത് കേട്ട ശേഷം മാത്രം അവർ മുന്നോട്ട് പോവുകയുള്ളൂ. എങ്കിലും സിനിമയിലെ പ്രവർത്തിക്കുന്നവരും ഇതുപോലെയുള്ള പല കേസുകളും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. അതേ സംബന്ധിച്ച് പല സ്ഥലത്തും പല കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ട് അത് തമ്മിൽ ഒത്തീർപ്പാക്കുന്ന പല സംഭവങ്ങളും കേരളത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാലും കൊച്ചി സെൻട്രലൈസ് ചെയ്താണ് ഇതുപോലെയുള്ള വിവാദങ്ങൾ വരുന്നത്, ഇതുപോലെയുള്ള കേസുകൾ വരുന്നത്. എങ്കിലും നമുക്കറിയാം ഇതൊക്കെ പല സന്ദർഭത്തിലും അവർ തമ്മിലുള്ള കൺസെൻറ്റോടുകൂടിയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് എന്നാണ് പല കേസും പര്യവസാനിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും അത് ഒരു റേപ്പിൻ്റെ പരിധിയിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. ഇതിനകത്ത് ഒരു ഒഫൻസ് നിലനിൽക്കുകയോ ഇല്ലയോ എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സിനിമാ രംഗത്ത് ഇതുപോലെ പ്രവർത്തിക്കുന്ന പലരുടെയും കേസുകൾ രംഗത്ത് വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒമർ ലുലുവിൻ്റെ 4-5 സിനിമ എടുത്ത വ്യക്തിയെപ്പറ്റി ഇതുവരെ നമ്മൾ ആക്ഷേപമൊന്നും കേട്ടിട്ടില്ല. 2016 അദ്ദേഹം ഈ ഫീൽഡിൽ വരുന്നത്. ഇപ്പോഴാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഇതൊരു സീരിയസ് ആയ ഒരു അലിഗേഷൻ വരുന്നത്. എന്തായാലും നടി അതിൽ നിന്ന് പിന്മാറുന്ന ലക്ഷണമില്ല. അവർക്ക് ചാൻസ് കൊടുക്കത്തില്ല. അവരുമായിട്ടുള്ള സൗഹൃദം ഒമർ ലുലു അത് വിച്ഛേദിച്ചു കഴിഞ്ഞു.
അതുകൊണ്ട് വൈരാഗ്യത്തോടെയാണ് അവർ ഈ പരാതി കൊടുത്തത് എന്നാണ് അയ്യങ്കാരുടെ പക്ഷം. ഏതായാലും പോലീസ് അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഏത് സാഹചര്യത്തിലാണ് അവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഇനി ഈ പ്രതിയെ എന്ന് സംശയിക്കുന്ന ഒമർ ലുലുവിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ പോലീസിന് ഈ കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുമോ അതോ മുന്നോട്ട് പോകുമോ, അന്വേഷണം മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങൾ ഇനി മനസ്സിലാകും.